ഇനി വിദേശ വാർത്തകളിലേക്ക്. UN രക്ഷാസമിതിയുടെ വോട്ടിങ്ങിൽ അമേരിക്ക വിട്ടുനിന്നതിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കൻ യാത്ര റദ്ദാക്കിയെന്ന വാർത്ത വരികയാണ്. ഇസ്രായേലിൻ്റെ എല്ലാ താല്പര്യങ്ങളും UN-ൽ അമേരിക്ക സംരക്ഷിച്ചുകൊള്ളുമെന്ന വിശ്വാസത്തിലായിരുന്നു ഈ പ്രധാനമന്ത്രിയെന്ന് തോന്നുന്നു. എന്നാൽ അവർക്ക് വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ട് അമേരിക്ക തന്ത്രപൂർവ്വം വോട്ടിങ്ങിൽ നിന്ന് പിൻവാങ്ങി. ആ പ്രമേയം പാസ്സായി. മാത്രമല്ല, എത്രയും പെട്ടെന്ന് ഗസയിൽ വെടിനിർത്തണമെന്ന് UN രക്ഷാസമിതി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ വേളയിൽ ഇതിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം PP ജെയിംസ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് PP ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ് ജെയിംസ്. ആസ് യൂഷ്വൽ നിദ്രാവിഹീനങ്ങളായ രാത്രികളാണോ കടന്നു പോകുന്നത്? ഒട്ടും നിദ്രാവിഹീനങ്ങളല്ല എസ്കേൻ, മനോഹരമായി ഉറങ്ങുന്നു. കിടന്നാൽ ഉടനെ ഉറങ്ങുന്ന ആളാണോ? ഉറക്കപ്രിയനാണോ? ഞാൻ അങ്ങനെ ഉറക്കപ്രിയനൊന്നല്ല. ഞാൻ ഏതാണ്ട് ഇന്നലേക്ക് കിടന്നപ്പോൾ ഒരു 1:30 മണിയായി. എന്ത് കണ്ടാലാണ് ഉറക്കത്തിൽ ഞെട്ടി ഉണരുക? ഞെട്ടി ഉണരാറില്ല, എന്നാലും മനോഹരമായ സ്വപ്നങ്ങളെ കാണാറ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇസ്രായേലിനെ കുറിച്ച് സ്വപ്നം കാണാം. എസ്കേൻ, ഇത് ഞെട്ടി ഉണരാറില്ലെങ്കിലും എന്താ പറയുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ യുദ്ധത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിലവിലുള്ള ഇസ്രായേൽ അമേരിക്കൻ ബന്ധത്തെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നതാണെന്ന് മാത്രമല്ല, നയതന്ത്ര തലത്തിൽ ഇതൊരു വല്ലാത്തൊരു നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്ക പലതവണ വാൺ ചെയ്തു ഇസ്രായേലിനെ, ഇത് ചെയ്യരുത്, റഫ ആക്രമിക്കരുത്, മറ്റേ വെടിനിർത്തൽ വേണം, ഇതൊക്കെ ആവശ്യപ്പെട്ടിട്ടും വഴങ്ങിയില്ല ഇസ്രായേൽ. അപ്പോൾ പലതവണ രക്ഷാസമിതിയിൽ വോട്ടിങ്ങിൻ്റെ അവസ്ഥ വന്നപ്പോൾ വീറ്റോ ചെയ്താണ് അമേരിക്ക ഇസ്രായേലിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അമേരിക്കയെ ലോകരാജ്യങ്ങൾ കുറ്റപ്പെടുത്തുകയും ചെയ്തു. UN-ൽ ഇസ്രായേലിനെ സംരക്ഷിക്കുന്നു, എന്നിട്ട് വെടിനിർത്തൽ വേണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നു. ഇത് ഇരട്ടത്താപ്പാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തെരഞ്ഞെടുപ്പ് വർഷത്തിലാണ്. അദ്ദേഹത്തിന് അവിടെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ ഗസയിലെ യുദ്ധത്തിനെതിരെ വലിയ ഒരു മൂവ്മെൻറ്റ് തന്നെ നടക്കുന്നുണ്ട്. ഇനിയും അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാനാവില്ലെന്ന് ജോ ബൈഡൻ പറഞ്ഞു. US സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ പറഞ്ഞു. കേട്ടില്ല. അവർ ചെയ്തത് 15 അംഗ രക്ഷാസമിതിയിൽ പ്രമേയം വോട്ടിനിട്ടപ്പോൾ അമേരിക്ക വിട്ടുനിന്നാൽ സ്വാഭാവികമായിട്ട് ബാക്കി 14 അംഗങ്ങൾ ഒരുമിച്ച് വോട്ട് ചെയ്തു, പ്രമേയം പാസ്സാക്കി. ഇതാദ്യമായി, ഇതുവരെ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇതാദ്യമായി എല്ലാവരും ചേർന്നുകൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു, ഇസ്രായേൽ ഗസയിൽ യുദ്ധം നിർത്തണം, വെടിനിർത്തൽ വേണമെന്ന് UN പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് തന്നെ പറഞ്ഞിരിക്കുകയാണ് എസ്കേൻ, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രമേയമാണ്. ലോകം മുഴുവനായിട്ട് ആവശ്യപ്പെടുന്നു ഇസ്രായേലിനോട് വെടിനിർത്തണം. എന്തായാലും ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്നോണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്കുള്ള യാത്ര റദ്ദാക്കിയിരിക്കുന്നു. അതാണ് നയതന്ത്ര രംഗത്ത് എനിക്ക് തോന്നുന്നില്ല ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഇത്രയും വലിയ ഒരു വിള്ളൽ, അല്ലെങ്കിൽ അവർ തമ്മിൽ ഇത്രയും ഒരു ശത്രുതയിലേക്ക് പോകുന്ന രീതിയിൽ യാത്ര തന്നെ റദ്ദാക്കുന്നു. നയതന്ത്രപരമായിട്ട് വല്ലാത്തൊരു നീക്കമാണ്. അതിനിടയിൽ എസ്കേൻ, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തെക്കൻ ഗസയിൽ അതുപോലെ തന്നെ റഫയുടെ ഭാഗത്തൊക്കെ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. 60ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. എന്തായാലും അതിനിടയിൽ യൂറോപ്യൻ യൂണിയൻ 5 ലക്ഷം ആർട്ടിലറി ഷെല്ല് കൊടുത്തിട്ട് ഇതിൻ്റെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം വല്ലാത്ത രീതിയിലേക്ക് പോവുകയാണ്. മരണസംഖ്യ 32,400-ൽ എത്തി നിൽക്കുകയാണ് സ്കെയിൽ. ജെയിംസ്, മറ്റൊരു കാര്യം, ഈ യുക്രൈൻ യുദ്ധത്തിൽ പോളണ്ട് അതിർത്തിയിലൂടെ റഷ്യ മിസൈൽ തൊടുത്തുവിട്ടു എന്ന രീതിയിലൊരു വാർത്ത വരുന്നു. അതല്ല, പോളണ്ടിന് വലിയ പ്രതിഷേധമായി ഈ കാര്യം. പോളിഷ് അംബാസഡർ, ഈ റഷ്യൻ അംബാസഡറെയൊക്കെ പോളണ്ട് വിളിച്ചിരിക്കുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നു. എസ്കെൻ, ഇത് പോളണ്ട് ഉക്രൈൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്. എന്ന് മാത്രമല്ല, പോളണ്ട് റഷ്യക്ക് കടുത്ത വിരോധിയാണ്. പോളണ്ടാണ് ഏറ്റവും വലിയ സഹായം ഉക്രൈന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ പോളണ്ടിൻ്റെ അതിർത്തിയിലൂടെ, എയർ സ്പേസിലൂടെ മിസൈലുകൾ തൊടുത്തിരിക്കുന്നു റഷ്യ വല്ലാതെ ഹാലിളക്കി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് റഷ്യയുടെ 2 യുദ്ധക്കപ്പലുകൾ മുക്കി. എന്ന് മാത്രമല്ല, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് വല്ലാത്ത ക്ഷീണമായി. അവിടെ നടന്ന ഭീകരാക്രമണം, അവിടെ 140ഓളം പേർ കൊല്ലപ്പെട്ടു. അതിനെതിരെ അമേരിക്ക തന്നെ കളിയാക്കുന്നു. റഷ്യയെ ഞങ്ങൾ കൃത്യമായി അറിയിച്ചതാണ്, ഈ സംഗീതമേളയ്ക്കിടയിൽ ഭീകരാക്രമണം നടക്കും. അമേരിക്കയുടെ ആ അറിയിപ്പിനെ റഷ്യ വകവെച്ചില്ല, ഭീകരാക്രമണം ഉണ്ടായി, പുടിനെതിരെ വിമർശനം ഉയരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് ഉക്രൈനിലേക്കാണ്. അവർ പറഞ്ഞു കഴിഞ്ഞു, പുടിൻ പറയുന്നത് ഉക്രൈനാണ് ഈ IS തീവ്രവാദികളെ ഇങ്ങോട്ട് അയച്ചതെന്ന രീതിയിൽ ഒരു തന്ത്രം മെനഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഉക്രൈനിലേക്കുള്ള ആക്രമണം കൂട്ടിയിരിക്കുന്നു. പല നഗരങ്ങളിൽ, പ്രത്യേകിച്ച് ഏറ്റവും വലിയ ആക്രമണം നടക്കുന്നത് ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിലാണ്. കീവിൽ മിസൈലുകളും ഡ്രോണുകളുടെ വർഷമാണ്.
പക്ഷേ പൂരത്തിനൊക്കെ വെടിപൊട്ടിക്കുന്ന പോലെയാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് റഷ്യയുടെ കീവ് ആക്രമണം, മറ്റ് നഗരങ്ങളിലേക്ക് ലീവ് അടക്കമുള്ള മറ്റ് നഗരങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ പോളണ്ടിലൂടെ ഈ മിസൈൽ പാഞ്ഞു പോയതും. പോളണ്ട് റഷ്യയുടെ അംബാസഡറെ വിളിച്ചു വരുത്താൻ, അതൊരു പ്രോട്ടോക്കോളാണ്, ഡിപ്ലോമാറ്റിക്, ഒരു വലിയ പ്രതിഷേധം അറിയിക്കാൻ മറു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സംഭവിച്ച രാജ്യത്തിൻ്റെ അംബാസഡറെ വിളിച്ചു വരുത്തും. റഷ്യൻ അംബാസഡറെ വിളിച്ചു വരാൻ പറഞ്ഞു, പക്ഷെ വരില്ലെന്ന് റഷ്യയുടെ അംബാസഡർ പറയുന്നത്. അത് വല്ലാത്തൊരു ഇതാണ്. സാധാരണ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചാൽ ചെല്ലണം. ആ രാജ്യത്ത് തന്നെയുള്ള അംബാസഡറാണ്, പക്ഷെ അദ്ദേഹം പോകാൻ വിസമ്മതിച്ചു. റഷ്യ പറഞ്ഞു പോകേണ്ടത്. അപ്പോൾ റഷ്യയും പോളണ്ടും തമ്മിലുള്ള ബന്ധം കൂടി വഷളായിരിക്കുന്നു. SKN. ഓക്കെ ജെയിംസ്, മറ്റൊരു കാര്യം, നമ്മുടെ ഈ ജനീവയിലെ അന്താരാഷ്ട്ര പാർലമെന്ററി യൂണിയൻ്റെ സമ്മേളനത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ആഞ്ഞടിച്ചു എന്ന രീതിയിൽ വാർത്ത വരുന്നു. മാത്രമല്ല ഇന്ത്യയിൽ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു എന്ന രീതിയിൽ പാകിസ്ഥാൻ അവിടെ ചർച്ചയിൽ പറഞ്ഞു. അപ്പോൾ അതിനെതിരെ കടുത്ത നിലപാടാണ് ഇന്ത്യ എടുത്തതെന്ന് കേൾക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN, ഐക്യരാഷ്ട്രസഭയിലാണെങ്കിലും അന്താരാഷ്ട്ര ഫോറങ്ങളിലാണെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വന്നാൽ പിന്നെ ഏറ്റുമുട്ടലാണ്. ഇത് 1947 വരെ ഇതൊരു രാജ്യമായിരുന്നു എന്നുള്ള ചിന്തയൊന്നുമില്ല. പ്രത്യേകിച്ച് 2 രാജ്യത്തും ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ പരസ്പരം ശത്രുത വേണമെന്നുള്ളത് ഒരു പഴയ കാലം മുതലുള്ളൊരു നയമാണ്. എന്തായാലും പാകിസ്ഥാൻ അന്താരാഷ്ട്ര ഫോറത്തിൽ കാണിച്ചത് വല്ലാത്തൊരു നിലപാടാണ്. അവർ ഇന്ത്യയിൽ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു, ജമ്മു കാശ്മീരിൽ പൗരത്വ ഭേദഗതി ബില്ല്, മോദി സർക്കാരിനെതിരെയൊക്കെ വലിയ രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഇന്ത്യ ആഞ്ഞടിച്ചത് അവർ ഭീകരവാദം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന് ഭീകരവാദത്തിന് ഒസാമ ബിൻ ലാദൻ്റെ കഥ തന്നെ എടുത്തു. ഒസാമ ബിൻ ലാദൻ ലോകത്ത് മുഴുവൻ തീവ്രവാദം വിതച്ചുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹത്തെ അവസാനം കണ്ടെത്തിയത് പാകിസ്ഥാനിൽ നിന്നാണ്. പാകിസ്ഥാനിൽ ഒളിച്ചു കഴിയുകയായിരുന്നു. അബട്ടാബാദിൽ അമേരിക്ക പാകിസ്ഥാൻ അറിയാതെ പോയാണ് ഒസാമ ബിൻ ലാദനെ കൊലപ്പെടുത്തിയത്. ഈ കഥകളൊക്കെ ഇന്ത്യ വിളിച്ചു പറഞ്ഞു അന്താരാഷ്ട്ര ഫോറത്തിൽ. ഇന്റർ പാർലമെന്ററി യൂണിയന്റെ യോഗം ജനീവയിൽ നടക്കുമ്പോഴാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചത്. പാകിസ്ഥാൻ പറഞ്ഞത് ഇന്ത്യയുടെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചാണ്. അതിനിടയിൽ SKN, പാകിസ്ഥാൻ്റെ സുഹൃത്ത് രാജ്യമായ ചൈനയും ഇന്ത്യക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മൾ സേല ടണൽ 13,000 അടി ഉയരത്തിൽ വലിയ രീതിയിലുള്ള സേന ടണൽ നിർമ്മിച്ചു ഇന്ത്യ. കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഉദ്ഘാടനം ചെയ്തു. ചൈന വലിയ പ്രതിഷേധത്തിലാണ്. ചൈന പറയുന്നത് പ്രത്യേകിച്ച് ഇന്ത്യക്ക് ആയുധങ്ങളും ഇതൊക്കെ അതിർത്തിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ലൊരു സംവിധാനമാണ് വന്നിരിക്കുന്നത്. ഇത് ശരിയല്ല. ചൈന അപ്പുറത്തൊക്കെ നിർമ്മിക്കുന്നുണ്ട്, സ്വന്തമായിട്ട് ഗ്രാമം നിർമ്മിക്കുന്നു, സൈനിക കേന്ദ്രങ്ങൾ, ഹെലിപ്പാഡ് എല്ലാം നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ അത് ചെയ്യുമ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ അസ്വസ്ഥതയാണ്. ഈ അതിർത്തിയിൽ ലഡാക്കിൽ, അരുണാചൽ പ്രദേശിലൊക്കെ വല്ലാത്ത സംഘർഷം നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ സേല ടണൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ചൈന പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഇന്ത്യ ഒരു തരത്തിൽ തകർന്നു തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. SKN. ഓക്കെ ജെയിംസ്, അപ്പോൾ രാവിലെ എന്താ പരിപാടി? രാവിലെ ഓഫീസിൽ നല്ല പണിയുണ്ട്. ഓക്കെ, അപ്പോൾ നടക്കട്ടെ. താങ്ക് യു. മാത്രമല്ല VP ജെയിംസിനെ പുതിയ ചില ചുമതലകളൊക്കെ ഏൽപ്പിച്ച സാഹചര്യത്തിൽ സജീവമാണെന്ന് ഞാൻ അറിയുന്നു. ഓക്കെ, താങ്ക് യു. നടക്കട്ടെ. ഓക്കെ, അപ്പോൾ VP ജെയിംസ് ആണ് നമുക്കൊപ്പം ചേർന്ന വിദേശ വാർത്തകളുമായി. ഇനി VP ജെയിംസ് നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ ഉണ്ടാകും.